ഇന്ത്യയുടെ ഫെഡറൽ ഘടന വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് എന്നൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം സമാപിച്ച പബ്ലിക് ഫൈനാൻസിനെ കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനം വിലയിരുത്തുകയുണ്ടായി. ഈ സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ധനകാര്യ രംഗത്തുള്ള ഒരു മിസ്മാച്ച്, ഒരു വിടവ്, അത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും ഒക്കെയുള്ള ഒരു വല്ലാത്ത അസമത്വം നിലനിൽക്കുന്നത് വലിയ പ്രതിസന്ധി ഇന്ത്യയുടെ ഫെഡറൽ രംഗത്ത് സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ്. അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ഫെഡറൽ ഘടന അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഫെഡറലിസത്തിൻ്റെ പ്രസക്തി വളരെ വർദ്ധിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഈ സമ്മേളനം നടത്തിയത്. കഴിഞ്ഞ ദിവസം സമാപിച്ച ഈ സമ്മേളനം സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും അതുപോലെ തന്നെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സും സംയുക്തമായിട്ടാണ്. ഈ സമ്മേളനത്തിൽ ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുള്ള നിരവധി സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ സ്കോളേഴ്സും ഒക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. വലിയ ഡെലിബറേഷൻസ് ഈ സമ്മേളനത്തിൽ നടക്കുകയുണ്ടായി. സമ്മേളനത്തിൻ്റെ ചില പൊതുവായ നിഗമനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ലക്കത്തിൽ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ പിനാക്കി ചക്രവർത്തി ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കുടുംബങ്ങളുടെ കടബാധ്യത വളരെ വലിയ ഗണനീയമായ രീതിയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2010-11 അത് GDP-യുടെ 8% ഇപ്പോൾ അത് 38% എന്നുള്ള നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വലിയൊരു വെല്ലുവിളി ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഉയർത്തുകയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക, ബാങ്കിങ്, ധനകാര്യ മേഖലകളിൽ. കാരണം വായ്പയുടെ തിരിച്ചടവ് എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുമാനം ഇല്ലാതായിരിക്കുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, ഉള്ള തൊഴിലിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള പ്രതിഫലം, വേതനം ലഭിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് ഇന്ത്യയുടെ ധനകാര്യ ബാങ്കിങ് മേഖലയെ നയിക്കും എന്നുള്ള നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത്. കോവിഡിന് ശേഷം ആഗോളതലത്തിൽ തന്നെ മൊത്തം കടബാധ്യത വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ആഗോളതലത്തിലുള്ള മൊത്തം കടം, അത് സർക്കാരുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കടം ചേർത്ത് ആഗോള GDP-യുടെ 237% ഉയർന്നിരിക്കുകയാണ്. മാത്രമല്ല സ്വകാര്യ കടം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന അത് ആഗോളതലത്തിൽ ആഗോള GDP-യുടെ 97% എന്നുള്ള നിലയിലേക്കും വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ചിത്രമാണ് പിനാക്കി ചക്രവർത്തിയുടെ ഈ പഠനം വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല വലിയ ഇന്ത്യൻ ഫെഡറലിസത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ധനകാര്യ ഫെഡറലിസത്തെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ടുള്ള നിരവധി നിരീക്ഷണങ്ങൾ അതിലുണ്ടാവുകയുണ്ട്. ഇന്ത്യയുടെ 12ാം ധനകാര്യ കമ്മീഷനിലെ അംഗമായിരുന്ന പ്രൊഫസർ M. ഗോവിന്ദറാവു, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്ക്, ജമ്മു കാശ്മീരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഹസീബ് ദ്രാബു എന്നിവരടക്കമുള്ള നിരവധി പ്രമുഖർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ സുപ്രധാനമായ ചില കാര്യങ്ങളെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിവിസിബിൾ പൂളിൽ നിന്ന്, കേന്ദ്രത്തിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 15ാം ധനകാര്യ കമ്മീഷൻ മൊത്തം നികുതി വരുമാനത്തിൻ്റെ 41% ഡിവിസിബിൾ പൂളിലേക്ക് കൈമാറണമെന്നും അത് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കണം എന്നും പറഞ്ഞുവെങ്കിൽ യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 30% ആണ് എന്നാണ് കണക്ക്. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം മറ്റൊന്നുമല്ല, പല രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പല രീതിയിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്യുന്ന ഗ്രാൻറ്റുകളും മറ്റ് സഹായങ്ങളും പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന കാതലായ പ്രശ്നം. 11ാം ധനകാര്യ കമ്മീഷനും 12ാം ധനകാര്യ കമ്മീഷനും അവരുടെ റിപ്പോർട്ടുകളിൽ ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കേന്ദ്ര സഹായം, ഗ്രാൻറ്റുകൾ സംസ്ഥാനങ്ങൾക്ക് ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നൽകുമ്പോൾ അതിൽ മറ്റൊരു തരത്തിലുള്ള നിബന്ധനയും
ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പും ഒരു ഏജൻസിയും മറ്റൊരു തരത്തിലുള്ള നിബന്ധനയും കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഗ്രാൻറ്റിന് മേൽ ഒരു ചരടും ഉണ്ടാകാൻ പാടില്ല. അത് ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വേണം കൊടുക്കാൻ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിലെ ഓരോ വകുപ്പും ഓരോ ഏജൻസിയും നിരവധിയായ നിബന്ധനകൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ഒരു നിബന്ധന വരുന്നു, ഗ്രാമീണ വികസന രംഗത്ത് ഗ്രാൻറ്റ് കൊടുക്കുമ്പോൾ മറ്റൊരു നിബന്ധന വരുന്നു. ഇതൊന്നും സംസ്ഥാനങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്ത നിബന്ധനകൾ അവരുടെ തലയിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരം എന്നുള്ള രീതിയിൽ എടുത്തു വയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ധനസഹായം വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 41% വിഹിതം കൊടുക്കണമെന്ന് 15-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടും എഫക്റ്റീവ്ലി അത് 30%-ആയിട്ട് കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇത് സംസ്ഥാനങ്ങളുടെ ധനകാര്യത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ നയിക്കുകയാണ്. സംസ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം ചെലവുകളുടെ 62% പങ്കും വഹിക്കുമ്പോൾ അവയ്ക്ക് കിട്ടുന്ന വരുമാനം കേവലം 37% മാത്രമാണ്. അപ്പോൾ ഈ ഒരു അനോമലി, ഈ തരത്തിലുള്ളൊരു അപാകത നിലനിൽക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ഗുരുതരമായ ധനകാര്യ പ്രതിസന്ധിയിലേക്ക് ഇനിയും നീങ്ങും എന്നുള്ളതാണ് ഈ സമ്മേളനം പൊതുവിൽ വിലയിരുത്തിയത് ചൂണ്ടിക്കാട്ടിയത്. മൗലികമായ മറ്റൊരു നിരീക്ഷണം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നത് ഇതാണ്: അധികാരങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ കൂടുതലായി കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ, വരുമാനവും കൂടുതൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിസിബിൾ പൂൾ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഓരോ വർഷവും മറ്റു രീതിയിൽ കിട്ടുന്ന വരുമാന മാർഗങ്ങൾ ചില്ലറയല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇവ സ്പെക്ട്രം ലേലം എടുക്കുക. സ്പെക്ട്രം ലേലത്തിൻ്റെ മുഴുവൻ തുകയും ലക്ഷക്കണക്കിന് കോടി രൂപയും കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നു. അതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും വലിയ തോതിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഡിവിഡൻഡ് ഓരോ വർഷവും കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡിവിഡൻഡ് ശരാശരി ഒരു 75,000-80,000 കോടി രൂപ എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് പുറമെ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം നമുക്ക് നോക്കുക. ഉദാഹരണത്തിന് ഖനികളെടുക്കുക, ധാതു സമ്പത്തുകൾ എടുക്കുക, സമുദ്ര ഖനനമടക്കമുള്ള കാര്യങ്ങൾ എടുക്കുക. ഇതെല്ലാം, ഈ റിസോഴ്സസ് എല്ലാം സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോൾ ഇതിനാവശ്യമായ ഫീസ് ഇനത്തിലും റോയൽറ്റി ഇനത്തിലും ഇത് ലേലം ചെയ്ത് കിട്ടുന്ന പണവും എല്ലാം പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് മാത്രമാണ്. ഇക്കാര്യത്തിൽ ഒന്നും കേന്ദ്ര സർക്കാർ ഇത് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ടൊരു കൺസൾട്ടേഷൻ പോലും നടക്കുന്നില്ല, ഒരു ചർച്ച പോലും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സമുദ്രതീരത്ത് മണൽ ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു വലിയ പ്രക്ഷോഭമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനോട് മണൽ ഖനനം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിലപാട് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കാശ്മീരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ദ്രാബു പറഞ്ഞൊരു കാര്യം, ഒറ്റ രാത്രി കൊണ്ട് ഒരു സംസ്ഥാനം, ഒരു പൂർണ്ണമായ ഇന്ത്യയിലൊരു സംസ്ഥാനം ഒറ്റ രാത്രി കൊണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുകയാണ്. അതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിലേറെ കാലമായിട്ട് ഇത് വളരെ രൂക്ഷമായൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള അധികാരം കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ സാമ്പത്തിക അധികാരങ്ങളും വരുമാനത്തിൻ്റെ മേലുള്ള കുത്തക അവകാശങ്ങളും കൂടുതൽ കീഴ്പ്പെടുത്തിയെടുക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് കേന്ദ്രം പോകുന്നു എന്നുള്ളത് അനഭിലഷണീയമായിട്ടുള്ളൊരു പ്രവണതയാണ്. സമ്മേളനം വിലയിരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള ആശയത്തിന് തന്നെ, ആ കൺസെപ്റ്റിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് ധനകാര്യ ഫെഡറൽ രംഗത്ത് കാര്യങ്ങൾ മാറിമറിയുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ വിദഗ്ധർ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. ഇത് രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ സമ്മേളനം പോവുകയുണ്ടായി. വികസന രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ പൊതുധനകാര്യ സമീപനത്തിൽ ഉണ്ടാകേണ്ട ഒരു പുനർവിചിന്തനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ നിഗമനം എന്ന് പറയുന്നത്
നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനത്തിന് ശക്തമായ ഭീഷണി ഉയരുന്നു. അത് പൊളിറ്റിക്കൽ ഫെഡറലിസത്തിന് മാത്രമല്ല, ധനകാര്യ ഫെഡറൽ രംഗത്തും ശക്തമായിട്ടുള്ള ഭീഷണികൾ ഉയരുകയാണ്. സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും അധികാരങ്ങളുടെയും കേന്ദ്രീകരണം നടക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദനീയമായ ഫണ്ടുകൾ പോലും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. വെർട്ടിക്കൽ ഡിവല്യൂഷൻ എന്ന് പറയുന്ന, അല്ലെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വിഭവങ്ങളുടെ വരുമാനത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത് ആശാസ്യമല്ലാത്ത അനഭിലഷണീയമായ പ്രവണതകളിലേക്ക് കടന്നു പോകുന്നു. ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇത് തിരുത്തപ്പെടുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനും ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ്, ഇന്ത്യ എന്നുള്ള ആശയം തന്നെ നിലനിൽക്കുന്നതിനും ആവശ്യമാണ് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള നിഗമനമാണ് ഈ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞത്. നന്ദി, നമസ്കാരം.